സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നത് ഈ വലിയൊരു മാതൃകയാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങിയ ഈശോ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു നേടിയത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഈ ആത്മീയ ബന്ധം എന്നും ഈശോയുടെ ഓരോ തീരുമാനങ്ങളിലും ഓരോ പ്രവൃത്തികളിലും നിഴലിച്ചു നിന്നു. ഹല്ലേലൂയ. പെട്ടെന്നൊന്ന് വചനം തുറന്ന് 1-2 വചനങ്ങളൊന്ന് വായിച്ചാലോ? യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 33-ാം തിരുവചനം ഒന്ന് വായിച്ചേ. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 11 വേഴ്സ് 33. 11-ാം അധ്യായം 33-ാം തിരുവചനം 11:33. അവളും അവളോടുകൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു. ഇങ്ങോട്ട് നോക്കിക്കേ, വചനം ഇങ്ങനെയാണ്: അവളും അവളോടുകൂടെ വന്ന് യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു. എങ്ങനെ നെടുവീർപ്പിട്ടു? പറയൂ. ആത്മാവിൽ നെടുവീർപ്പിട്ടു. നിങ്ങൾ നെടുവീർപ്പിടാറുണ്ടോ? അതേ പരിപാടിയുള്ളൂ. രാവിലെ തൊട്ട് നെടുവീർപ്പാണ്. ഈശോ നെടുവീർപ്പിട്ടത് ഇൻ സ്പിരിറ്റ്. ഹി വാസ് ഡിസ്റ്റർബ്ഡ് ഇൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിലാണ്, ആത്മാവിലാണ് ഈശോ നെടുവീർപ്പിട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു വചനം വായിച്ചേ, യോഹന്നാന്റെ സുവിശേഷം 12:27 വായിച്ചേ. 12:27 തൊട്ടടുത്ത പേജ്. ഇപ്പോൾ എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഈശോ പറയാണ്, ഞാൻ അസ്വസ്ഥനായിരിക്കുന്നു. നിങ്ങൾ അസ്വസ്ഥരാകാറുണ്ടോ? ഉള്ളെന്ന് അല്ലേ? ആണെന്ന് എന്നതിന്റെ തെളിവാണല്ലേ മുഖത്തെ ഈ അവസ്ഥ. ഇതിനേക്കാൾ വലിയ അസ്വസ്ഥത ഇല്ലല്ലോ അല്ലേ? ഇങ്ങോട്ട് നോക്കിക്കേ, ഈശോ ആത്മാവിൽ അസ്വസ്ഥനായി. നമ്മളോ? നമ്മൾ ശരീരത്തിലാണ് അസ്വസ്ഥത. ഈശോ ആത്മാവിൽ അസ്വസ്ഥനായി. വീണ്ടും ഒന്ന് വായിച്ചേ, യോഹന്നാന്റെ സുവിശേഷം 13:21. 13-ാം അധ്യായം 21-ാം വചനം. ഇത് പറഞ്ഞപ്പോൾ ഈശോ ആത്മാവിൽ അസ്വസ്ഥനായി. ഹി വാസ് ഡിസ്റ്റർബ്ഡ് ഇൻ സ്പിരിറ്റ്. മറ്റൊരു വചനം വായിക്കാം, ലൂക്കാ സുവിശേഷം 10-ാം അധ്യായം 21-ാം തിരുവചനം വായിച്ചേ. ലൂക്കാ 10:21. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 21-ാം വചനം വായിച്ചു. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിനാൽ ആനന്ദിച്ച്, കണ്ടോ, ആത്മാവിൽ ആനന്ദിച്ച്. മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം, മാർക്ക് ചാപ്റ്റർ 8 വേഴ്സ് 12. 8-ാം അധ്യായം 12-ാം തിരുവചനം വായിച്ച 8:12. അവൻ ആത്മാവിൽ അഗാധമായി നെടുവീർപ്പിട്ടുകൊണ്ട് ഇങ്ങോട്ട് നോക്കിക്കേ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലായി. ഈശോ നെടുവീർപ്പിട്ടത്, ഈശോ ആനന്ദിച്ചത്, ഈശോ അസ്വസ്ഥനായത് ആത്മാവിൽ. പറഞ്ഞേ, ഇൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പഠിച്ചൊരു കാര്യം ഓർത്തോണം. മരുഭൂമിയിൽ നിന്ന് ആത്മാവിൽ ശക്തി പ്രാപിച്ച് ഈശോ തൻ്റെ ജീവിതത്തിന്റെ ഓരോ നിലപാടുകളിലും ആത്മാവിലാണ് ആ നിലപാടുകൾ എടുത്തിരുന്നത്. അതുകൊണ്ടാണ് ലൂക്കാസ് വിശേഷം 12:12 ഈ നോമ്പ് കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണമെന്നൊരു കൊച്ചു വചനം പഠിച്ചാൽ മതി. ലൂക്കാ 12:12 വചനം വായിച്ചേ. ലൂക്കാസ് വിശേഷം 12:12 വായിച്ചേ. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് പറയേണ്ടതെന്ന്, എന്താണ് ചെയ്യേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. സ്വരമുയർത്തി പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞേ, എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ഈ നോമ്പ് കാലഘട്ടം മുഴുവൻ നമ്മൾ ആത്മാവിൽ ബലം പ്രാപിക്കുന്നതിന് വേണ്ടി ഈ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങളോട് സഹകരിക്കണം. പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം. ഹല്ലേലൂയ. ഇവിടെ നിന്ന് നമ്മൾ കരങ്ങൾ ഉയർത്തിയൊക്കെ പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധാത്മാവെന്ന് പ്രാർത്ഥിക്കുന്നു, കൈയടിക്കുന്നു, പാട്ട് പാടുന്നു. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ട് തിരിച്ചു പോകുന്നു? പറയൂ. വീട്ടിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? പിശാചോ? വീട്ടിൽ ചെല്ലുമ്പോൾ ആരാണ് പ്രവർത്തിക്കുന്നത്? ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് കിട്ടിയ ബലം എന്താണ്? പരിശുദ്ധാത്മാവ്. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ പ്രവർത്തിക്കേണ്ടത്, പറയേണ്ടത് ഏതിന്റെ ബലത്തിലാണ്? പരിശുദ്ധാത്മാവിന്റെ ബലത്തിൽ. ഹല്ലേലൂയാ. അപ്പൊ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് കാണാൻ പോകുന്ന കാഴ്ച അത്ര സുന്ദരമായ കാഴ്ചയായിരിക്കണമെന്നില്ല. വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് മുഴുവൻ ശുശ്രൂഷയിൽ പങ്കെടുത്ത് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ വീട്ടിലുള്ള ആരെങ്കിലും നമ്മളോട് പറയും, രാവിലെ തൊട്ട് നീ ധ്യാന കേന്ദ്രത്തിൽ പോയി നടന്നിട്ട് എന്ത് കിട്ടി, ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് എന്ത് ഗുണം എന്നിങ്ങനെ നിന്നെ പ്രകോപനമായ രീതിയിൽ സംസാരിക്കുമ്പോൾ നീ എന്ത് മറുപടി പറയും? തിരിച്ചെന്ത് പറയും? അല്ല, തിരിച്ചെന്ത് പറയും? അവരിങ്ങോട്ട് ചാടുമ്പോൾ നമ്മൾ 4 ചാട്ടം അങ്ങോട്ട് ചാടും. ചാടരുത്, പറഞ്ഞുകൂടി, ചാടരുത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ ഉള്ളിൽ എന്തുണ്ട്? പറഞ്ഞേ. പരിശുദ്ധാത്മാവുണ്ടെന്ന്. പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തി ചാടരുത്. ഹല്ലേലൂയാ. വീട്ടിൽ ചെല്ലുമ്പോ പല കാര്യങ്ങളും കാണുമ്പോ ദേഷ്യം വരും. പക്ഷേ ദേഷ്യപ്പെടരുത്. പറഞ്ഞു കൊടുത്തേ, ദേഷ്യപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ തന്നെ ഇരുന്നിട്ട് ദേഷ്യപ്പെടുന്ന ചേച്ചി പിന്നെയാണ് വീട്ടിൽ ചെന്ന് ദേഷ്യപ്പെടരുത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വ്യക്തി ഈ നാളുകളിൽ 50 നോമ്പിൽ എടുക്കേണ്ട ചില കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞു കാര്യങ്ങൾ, പക്ഷെ വളരെ ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. വീട്ടിലോട്ട് പോകുമ്പോൾ, ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം, വീട്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ എല്ലാവരും നോക്കി നന്നായി ചിരിക്കണം. എന്ത് ചെയ്യണം? ചിരിക്കണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തി എപ്പോഴും പ്ലസന്റ് ആയിരിക്കണം, ചിരിക്കണം. കൊള്ളാം. ഇതിനെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇളി എന്ന് പറയുന്നത്. ഇങ്ങോട്ട് നോക്കൂ, ശ്രദ്ധിച്ചേ. ചിരിക്കണം. ചിരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്ത് വേണം? ആനന്ദം. പരിശുദ്ധാത്മാവിന്റെ ആനന്ദം. നമ്മുടെ വീട്ടിലെ പല കാര്യങ്ങളും കാണും. നമുക്ക് തോന്നും, ദൈവമേ ജീവിതം തീർന്നു. നിരാശ പെടരുത്, ദേഷ്യപ്പെടരുത്, അസ്വസ്ഥപ്പെടരുത്. പെടാനുള്ള സാധ്യതകളെല്ലാം വരുമ്പോഴൊക്കെ നമ്മൾ ആരോട് കൺസൾട്ട് ചെയ്യണം? ആരോട് ആലോചന ചോദിക്കണം? പരിശുദ്ധാത്മാവോട് ആലോചന ചോദിക്കണം. പരിശുദ്ധാത്മാവ്, ഇപ്പൊ ഞാൻ എന്നാ ചെയ്യേണ്ടത്? ഇപ്പൊ ഇവനെ ഒരെണ്ണം കൊടുക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. പരിശുദ്ധാത്മാവ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കും. പരിശുദ്ധാത്മാവ് പറയും, നീ ആദ്യം ശാന്തമാവൂ. നീ ആദ്യം ശാന്തമാവൂ. കൊടുക്കരുത്. നീ ആദ്യം ശാന്തമാവൂ. ശാന്തത ആരുടെ ക്വാളിറ്റിയാ? പരിശുദ്ധാത്മാവ് നൽകുന്നതാ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിറയണം. ഏതൊക്കെയാ ഫലങ്ങൾ? പറഞ്ഞേ. ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പെട്ടെന്ന് പറഞ്ഞേ. സ്നേഹം. ഇങ്ങോട്ട് പറഞ്ഞേ, എന്താണ്? ഒന്ന് ഏതാണ്? സ്നേഹം. ഈ നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ നമ്മൾ എന്ത് അഭ്യസിക്കണം? സ്നേഹം. രണ്ടാമത്തെ എന്താണ്? ആനന്ദം. സ്നേഹം, ആനന്ദം. പിന്നെ സ്നേഹം, ആനന്ദം. 3 ദയ. എന്ത് വേണം? ദയ. അടുത്തിരിക്കുന്ന ആളുടെ ഒരു ദയ വേണം. ഒട്ടുമില്ല. സ്നേഹം, ആനന്ദം, നന്മയുണ്ടോ? നന്മ ചെയ്യണം കേട്ടോ. എത്ര ദിവസം? 50 ദിവസം. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തോ? 50 ദിവസത്തേക്ക് നന്മ ചെയ്യണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സമാധാനം വേണ്ടേ? വേണ്ടേ? അപ്പൊ നമ്മൾ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ വീട്ടുകാര് നമ്മളെ കാണുമ്പോൾ എന്ത് വിശ്വസിക്കണം? ദേ വരുന്നു. ആര്? സമാധാനം വരുന്നു. അല്ലേ? നമ്മൾ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ വീട്ടിലുള്ളവർ എന്ത് പറയുന്നു? ദേ സമാധാനം വരുന്നു. ഇപ്പോഴെങ്ങനെയാ? വീട്ടിലോട്ട് ചെല്ലുമ്പോ ശല്യം, മഞ്ഞുണ്ട്, രാവിലെ തൊട്ട് സമാധാനം ഉണ്ടായിരുന്നതാണ്, ദേ വരുന്നുണ്ട്. ശല്യമല്ല സമാധാനം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, നീ ശല്യമല്ല സമാധാനം. പറഞ്ഞു കൊടുത്തേ. ശല്യമല്ല സമാധാനം. പിന്നെന്താ വേണ്ടത്? ക്ഷമ. ആഗ്രഹമുണ്ട്, പറ്റണ്ടേ? അല്ലേ? എന്ത് വേണം? ക്ഷമ. അതും കൂടെ പറഞ്ഞു കൊടുത്തേ. അടുത്തിരിക്കുന്ന ചേട്ടന് മനസ്സിലായില്ല. പറഞ്ഞു കൊടുത്തേ. ഓരോരുത്തർ അടുത്തിരിക്കുന്ന ആളോട് ക്ഷമ വേണമെന്ന് പറയാം. ക്ഷമ. പിന്നെ എന്ത് വേണം? വിശ്വസ്തത. കേട്ടോ, വിശ്വസ്തത വേണം. വിശ്വസ്തത. അതും കൂടെ പറഞ്ഞു കൊടുത്തു. വിശ്വസ്തത വേണം. വിശ്വസ്തത. പിന്നെന്ത് വേണം? സൗമ്യത. സൗമ്യമായിട്ട് സംസാരിക്കണം. പിന്നെന്ത് വേണം? ആത്മസംയമനം. ഒട്ടുമില്ല. ഏത്? സെൽഫ് കൺട്രോൾ. ആത്മസംയമനം. മൊബൈൽ ഫോൺ നോയോ? നുണ പറയണ്ട, പുണ്യം പറയണ്ട.
ആണോ? മൊബൈൽ തൊടാൻ പാടില്ല. എന്നിട്ട് അതും പിടിച്ചോണ്ടാണോ നടക്കണ രാവിലെ തൊട്ട്? ഇങ്ങോട്ട് നോക്കിക്കേ, മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ ഒരു മര്യാദ വേണം, ഒരു മര്യാദ വേണം. അതിന് ഒരു സമയവും കാലവും കൊടുക്കണം. കണ്ടിട്ടില്ലേ ചില രാവിലെ കട്ടിലെന്ന് എഴുന്നേക്കുമ്പോൾ തന്നെ ഇങ്ങനെ തപ്പുക, എന്നതാ കൊന്തയോ, മൊബൈൽ അല്ലേ? എന്നിട്ട് ആ കട്ടിലെ ഇരുന്ന് തന്നെ കുറെ നേരം മൊബൈൽ നോക്കി അവിടെ ഇരുന്നുകൊണ്ടാണ്. അങ്ങനെ തുടങ്ങരുത്. രാത്രിയിൽ ഒരു സമയം കഴിഞ്ഞാൽ മൊബൈൽ മാറ്റി വെക്കണം. ചിലർ കണ്ടിട്ടില്ലേ പാട്ടും കേട്ടോണ്ടാണ് കിടക്കുന്നത്, കോമഡി ഷോ കണ്ടോണ്ട് കിടക്കുന്നു അല്ലേ? ഈ മൊബൈൽ കണ്ടോണ്ട് കിടക്കരുത്. ഒരു സമയം കഴിഞ്ഞാൽ മാറ്റി വെക്കണം. അതിനൊരു നിയന്ത്രണം വേണം കേട്ടോ. സെൽഫ് കൺട്രോൾ, ആത്മസംയമനം വേണം. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കാര്യത്തിലും നമുക്ക് വേണം. ഇത് നമ്മുടെ വീട്ടിൽ മറ്റുള്ളവർക്കും കിട്ടണം. നമ്മൾ ഇങ്ങനെ പ്രവർത്തിച്ചാൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് അത് അനുഗ്രഹമായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ ഡിസംബർ മാസത്തെ 25 നോമ്പിന് ഞാൻ കണ്ട ഒരു അത്ഭുതം കൂടെ പറയാം. ഡിസംബർ 2-ാം തീയതി ഇവിടെ ഒരു അപ്പൻ വന്ന് പ്രാർത്ഥിച്ചു. അപ്പം വന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അച്ഛാ, എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അവൻ ചീത്ത കൂട്ടുകെട്ടിലാണ്. അവൻ കുടിക്കുന്നുണ്ടോ എന്നൊരു സംശയം, അവൻ എന്തോ വലിക്കുന്നുണ്ടോ എന്നൊരു സംശയം. രാത്രി വരുമ്പോൾ ഒരു ചീഞ്ഞ മണമാണ്. അവനോട് മിണ്ടാൻ പറ്റത്തില്ല. അവൻ എതിർക്കും, ദേഷ്യപ്പെടും. ഞാൻ എന്തു ചെയ്യും? അപ്പൻ്റെ കരച്ചില്. അപ്പൻ പറഞ്ഞു, ഞാൻ അപ്പനാണ്, പക്ഷെ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ലല്ലോ. അപ്പനോട് ഞാൻ പറഞ്ഞു, അപ്പാ, മകന് വേണ്ടി അപ്പൻ എന്ത് ചെയ്യുന്നു? അപ്പോൾ പറഞ്ഞു, അവന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ വന്നത്. ഞാൻ പറഞ്ഞു, ശരി, അപ്പൻ എന്തു ത്യാഗപ്രവൃത്തി ഏറ്റെടുക്കുന്നു? അപ്പോൾ അപ്പൻ പറഞ്ഞു, അച്ഛൻ എന്നാ ഉദ്ദേശിക്കണേ? ഞാൻ പറഞ്ഞു, മകന് വേണ്ടി അപ്പൻ ചില ത്യാഗപ്രവൃത്തി ഏറ്റെടുക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാന്നറിയാവോ? അപ്പൻ ഇനിമേൽ കുടിക്കരുത്. അപ്പൊ പുള്ളി പറഞ്ഞു, നോമ്പല്ലേ, ഞാൻ കഴിക്കുന്നില്ലല്ലോ. എന്തല്ലേന്ന്? നോമ്പല്ലേ, ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? നോമ്പല്ലെങ്കിൽ ഞാൻ കഴിക്കും. ഞാൻ പറഞ്ഞു, ചേട്ടാ, നോമ്പിന് വേണ്ടാന്ന് വെച്ചാ പോരാ, മറിച്ച് മകൻ ഇങ്ങനെയൊക്കെ ആയി തുടങ്ങിയത് കണ്ടില്ലേ, അതുകൊണ്ട് അത് വേണ്ടാന്ന് വെക്കും. അച്ഛൻ, ഞാൻ അങ്ങനത്തെ വലിയ കുടിയനൊന്നും അല്ല, വല്ലപ്പോഴും ഒരു രസത്തിന്, തമാശക്ക്. ഞാൻ പറഞ്ഞു, വീട്ടിൽ കുപ്പിയൊക്കെ നിരത്തി വെച്ചിരിക്കുന്നത് അത് വെറുതെ ഷോക്ക് വെച്ചിരിക്കുന്നത്, അതവിടെ ഇരുന്നോട്ടെ അച്ഛാ. ഞാൻ പറഞ്ഞത് പാടില്ലല്ലോ. അതങ്ങനെ ഷോക്ക് വെച്ചിട്ട് എന്ത് കാര്യം അല്ലേ? അത് പ്രലോഭനമല്ലേ? കുപ്പി വെറുതെ കാണാനല്ല, കുപ്പിക്കകത്ത് സാധനം ഉണ്ടേ, അത് വെറുതെ ഇരുന്നോട്ടെ. ഒരു പത്രാസിന്റെ ഭാഗമായിട്ട് ചില വീടുകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഞങ്ങൾക്ക് ഇത്രയൊക്കെ കുപ്പികൾ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കും. എന്ത് കാര്യത്തിന്? പിശാചിനെ അവിടെ വെച്ചോണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു, ചേട്ടാ, മകന് വേണ്ടി അപ്പനായ അപ്പൻ ത്യാഗമെടുത്തൊരു തീരുമാനമെടുത്താൽ ഉത്തരം ഉണ്ടാവും. അപ്പൊ പുള്ളി എന്നോട് ചോദിച്ചു, അച്ഛൻ പറ, ഞാൻ എന്നാ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ചേട്ടാ, ഒരു കാര്യം തീരുമാനിക്കാം. 25 നോമ്പിലേക്ക് എടുത്ത തീരുമാനം നമുക്ക് ജീവിതത്തിൽ ഈ സാധനം വേണ്ടാന്ന് തീരുമാനിക്കാം. പുള്ളി എന്നോട് പറഞ്ഞു, കൈ ഉടച്ച, ഇനി ഞാൻ കുടിക്കുകയല്ല. ഇനി ഞാൻ എൻ്റെ മകന് വേണ്ടി കുടി നിർത്തി എൻ്റെ മകൻ രക്ഷപ്പെടുവാച്ചാ. ഞാൻ പറഞ്ഞു, കർത്താവ് ഇടപെടും. അപ്പനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മകനിൽ അത് വെളിപ്പെടും. അപ്പൻ ആ തീരുമാനം എടുക്കാൻ പറഞ്ഞു. അപ്പൻ തീരുമാനം എടുത്തു. ഈ ധ്യാന മന്ദിരത്തിന്റെ ആ സൈഡിൽ ഇരുന്നുകൊണ്ട് ആ മനുഷ്യന്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഇനി ഞാൻ കുടിക്കുകയല്ല അച്ഛാ, വീട്ടിലുള്ള കുപ്പിയൊക്കെ ഞാൻ പൊട്ടിച്ചു കളഞ്ഞോളാം, എല്ലാം എന്നൊക്കെ പറഞ്ഞു പോയി. പിന്നീട് കുറെ നാളത്തേക്ക് കണ്ടിട്ടില്ല. ജനുവരി മാസം 2-ാമത്തെ നമ്മുടെ താമസിച്ചുള്ള ധ്യാനത്തിന് അപ്പനും ഭാര്യയും, അതായത് ഭാര്യയും ഭർത്താവും മകനും ഞാൻ ഇവനെ കണ്ടപ്പോൾ ഞെട്ടി. കാരണം ഇതെങ്ങനെ ഇങ്ങനെ വന്നിരിക്കുന്നു? ഞാനപ്പോൾ അവനെ വിളിച്ച് നമ്മുടെ മെയിൻ ഓഡിറ്റോറിയത്തിന്റെ ആ മാതാവിന്റെ ഗ്രോട്ടയുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ചോദിച്ചു, എടാ, നിനക്കെങ്ങനെ ഇങ്ങോട്ട് വരാൻ തോന്നിയത്? അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, കഴിഞ്ഞ ഡിസംബർ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ അപ്പനിൽ ശക്തമായൊരു മാറ്റം. എന്താന്നൊരു പിടുത്തം കിട്ടുന്നില്ല. അപ്പന് ഭയങ്കര മാറ്റം. അപ്പോഴാണ് ഞാൻ മനസ്സിലായത്, എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി കുറെ ത്യാഗപ്രവർത്തിയൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛാ, ഇതെന്നെ വല്ലാണ്ട് അങ്ങോട്ട് പിടിച്ചു. അച്ഛാ, ഞാൻ ഈ ധ്യാനത്തിന് വന്നത് എനിക്കൊരു മാറ്റം വേണം അച്ഛാ. ഞാൻ വളരെ അസ്വസ്ഥനായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ച പോലെ പല കാര്യങ്ങളും നടന്നില്ല. അതുകൊണ്ട് ഞാൻ അസ്വസ്ഥനായിരുന്നു. അച്ഛാ, എൻ്റെ അപ്പന് വേണ്ടി ഞാനും മദ്യപാനവും കൂട്ടുകെട്ടൊക്കെ ഉപേക്ഷിച്ചു ധ്യാനം കൂടി തന്നാകാൻ തീരുമാനിച്ചു. നല്ല കയ്യടി കൊടുത്തേ, ഹല്ലേലൂയാ. ഇത് ഞാൻ പറഞ്ഞത് ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ച ഒരാശയമല്ല, മറിച്ച് പ്രായോഗിക തലത്തിൽ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം ഉറപ്പിച്ചോ. വാട്ടമല്ല, ഈ വാട്ടം ഉണ്ടല്ലോ, നമ്മുടെ കുടുംബത്തിൽ അത്ഭുതങ്ങളുണ്ടാക്കും. നീ എടുക്കുന്ന ത്യാഗം
ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുമ്പോൾ അത്ഭുതങ്ങൾ ദൈവം ചൊരിയും. വിശ്വസിക്കുന്ന ഒരു ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. റൂഹായേ നീ കാറ്റായി വാ, റൂഹാ. റൂഹായേ തീമാവായി വാ, ആമേൻ. റൂഹായേ വെൺപ്രാവായി വാ, റൂഹാ. റൂഹാ എന്നിൽ നീ നിറവായി വിളിച്ചേ വാ. റൂഹാ. റൂഹായേ നീ കാറ്റായി വാ, സ്വരമുയർത്തി റൂഹായേ നീ നാവായി വാ, റൂഹാ. റൂഹായേ വെൺപ്രാവായി വാ, ഓ ഹോളി സ്പിരിറ്റ്. റൂഹായേ നീ നിറവായി വാ. ആമേൻ. റൂഹായേ നീ കാറ്റായി വാ, ഓ ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. തീമാവായി ഓരോ വാ, വ്യക്തിയുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. റൂഹായേ വെൺപ്രാവായി വാ, റൂഹാ. റൂഹാ എന്നിൽ നീ നിറവായി വാ. ഓ power. റൂഹായേ നീ കാറ്റായി വാ, റൂഹാ. നീ നാവായി വാ, റൂഹാ. റൂഹായേ വെൺപ്രാവായി വാ, റൂഹായേ നീ നിറവായി വാ. എല്ലാ ദൈവജനവും കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. ഈ ശരീരത്തിൽ ഒരു അഭിഷേകം പ്രാപിച്ചേ. ഓരോന്നേ നല്ല കൈയടി. അഭിഷേകം. ഈ ശരീരത്തെ തോൽപ്പിക്കാനുള്ള കൃപ വേണം നമുക്ക്. ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ തോൽപ്പിക്കാനുള്ള കൃപ വേണം. ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ തോൽപ്പിക്കാൻ, ആത്മീയമായി ജ്വലിക്കാനുള്ള കൃപ കർത്താവിന്റെ ശരീരത്തിലേക്ക് വെളിപ്പെടട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന സമയത്ത് ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് അത് വെളിപ്പെടുന്നു. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരൊറ്റ വിളി. Mighty power സംഭവിക്കട്ടെ. Yes, mighty power. ആരാധന കർത്താവേ, കൈകൾ അടിച്ച് എല്ലാവരും. Yes. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. പഠിക്കേ. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. ആമേൻ, ആമേൻ. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. സംഭവിക്കട്ടെ. പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ആമേൻ. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. സംഭവിക്കട്ടെ. പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ഈ ജനത്തിന്റെ ഇടയിൽ ദൈവാത്മാവ് വരുമ്പോൾ തളർന്ന കൈകൾ മുട്ടുകളെല്ലാം സത്യഭാവിക്കുന്നു. വരണ്ടു വറ്റിയ ഹൃദയത്തിൽ ഒരു ജീവൻ നിറയുന്നു. ഒരു കുളിക്കുന്നലായി എന്നകതായി പുതുജീവൻ തരും ദൈവ കരങ്ങൾ ഉയർത്തി കൈയടിച്ച്. ഓ റൂഹായേ തീമാവായി വാ, റൂഹാ. റൂഹായേ വെൺപ്രാവായി വാ, റൂഹാ. റൂഹാ എന്നിൽ നീ നിറവായി വാ. വിളിച്ചേ റൂഹാ. റൂഹായേ നീ കാറ്റായി വാ, യെസ്. റൂഹായേ തീമാവായി വാ, കാറ്റടിക്കട്ടെ. റൂഹായേ വെൺപ്രാവായി വാ, ആമേൻ. റൂഹാ എന്നിൽ നീ നിറവായി വാ. രണ്ട് കരങ്ങളും ഉയർത്തി, സ്വരമുയർത്തി ഒരൊറ്റ വിളി. എന്റെ ഈശോ. Mighty power, the mighty anointing. ദൈവമക്കളിലേക്ക് വെളിപ്പെടുന്നു. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടുന്നു. കെട്ടുകൾ അഴിയപ്പെടുന്നു. ദൈവശക്തി നിന്റെ ശരീരത്തിൽ വെളിപ്പെടുന്നു. ആരാധന, 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 ആരാധന. The mighty power, the mighty power. ഓരോ വ്യക്തിയും വിശ്വസിക്കണം, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ദൈവശക്തി നിന്നിലേക്ക് വെളിപ്പെടുന്നു. അനേകരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ആശ്വാസദായകനെ. ആമേൻ. ജീവനദിയായി നിറഞ്ഞു കവിയൂ ദൈവ ചൈതന്യമേ. ആത്മാവേ. Yes, the power. ചിറകുള്ള ആത്മാവേ, ആശ്വാസദായകനേ.
ജീവനദിയായി നിറഞ്ഞു കവിയൂ ദൈവ ചൈതന്യമേ ആത്മാവേ നിറഞ്ഞിടുക എന്നിൽ കവിഞ്ഞിടുക എൻ ഹൃദയത്തിൽ വന്നിടുക കൈകൾ ഉയർത്തി നിറഞ്ഞിടുക കൈകൾ അടിച്ച് കവിഞ്ഞിടുക എൻ ഹൃദയത്തിൽ വന്നിടുക നിറഞ്ഞിടുക നിറഞ്ഞിടുക വന്നു കവിഞ്ഞിടുക എന്നിൽ ഹൃദയത്തിൽ വന്നിടുക സംഭവിക്കട്ടെ നിറഞ്ഞിടുക വന്നു കവിഞ്ഞിടുക എൻ ഹൃദയത്തിൽ വന്നിടുക ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ഈശോയെ കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ, അഭിഷേകത്തിന്റെ കൃപ വെളിപ്പെടട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അനേകരിലേക്ക് വെളിപ്പെടുന്ന ശക്തി നിന്റെ കൃപയ്ക്ക് മേൽ കൃപ കർത്താവ് ചൊരിയുന്നു. ഭാരപ്പെടേണ്ട കർത്താവ് നിന്നെ നയിക്കുന്നു. ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ ആത്മാവ് അനേകരെ ചേർത്ത് പിടിക്കുന്നു. അനേകരുടെ ഉള്ളിൽ അഭിഷേകം വെളിപ്പെടുന്നു. കർത്താവിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആരാധന 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 ആരാധന. ദൈവത്തിന്റെ ആത്മാവ് ഇതിന്റെ ശക്തി വെളിപ്പെടുന്നു. പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് ഇടപെടുന്നു. ഓ ദൈവത്തിന്റെ ചൈതന്യമേ, ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്നതിന് നന്ദി. ആരാധന 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 ആരാധന. ഓ ദൈവമേ, ഞങ്ങളിൽ ഇത് സംഭവിക്കട്ടെ, ഒരു പുതിയ അഭിഷേകം സംഭവിക്കട്ടെ. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ലംബ രീയ റൂഹ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാൻ കർത്താവ് അനേകർക്ക് കൃപ നൽകുന്നു. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഈഗലിലേക്ക് ഒഴുകുന്നു. വിഷമിക്കണ്ട എന്ന് കർത്താവ് പറയുന്നു. കർത്താവ് കൂടെയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ, അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചോ. കർത്താവ് നിന്നിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. ദൈവശക്തി നിന്റെ മേൽ ഒഴുകുന്നു. ദൈവശക്തി നിന്റെ മേൽ ഒഴുകുന്നു. കർത്താവ് നിന്നിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. ഓരോ വ്യക്തിയും വിശ്വസിക്കുക, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങ് എന്നിൽ പ്രവർത്തിക്കുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ശിവേ നന്ദി. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. നിന്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ കർത്താവിന്റെ ശക്തിയാണ് ഒഴുകുന്നത്. വിശ്വസിച്ചോണം, അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. അപസ്മാര രോഗപീഠയുള്ള ഫിക്സ് രോഗപീഠയുള്ള ഒരു പെൺകുട്ടിയെ കർത്താവ് സമ്പൂർണ്ണമായിട്ട് ഈ ശുശ്രൂഷ സമയത്ത് സൗഖ്യപ്പെടുത്തി കഴിഞ്ഞു. അപ്രകാരം ഏതെങ്കിലും ഒരു പെൺകുട്ടി ഈ ശുശ്രൂഷയിൽ ഓൺലൈനിൽ ഓഫ്ലൈനിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ റൈറ്റ് നൗ യു ക്ലെയിം ആൻഡ് യു ബിലീവ്. യേശുവിന്റെ നാമത്തിൽ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ, തിരു രക്തത്തിന്റെ ശക്തിയാൽ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഏറ്റെടുത്ത് അപ്രകാരം ഏതെങ്കിലും രോഗപീഠയുള്ള പെൺകുട്ടികൾ നെറ്റിയിൽ കുരിശ് വരച്ച് ഏറ്റെടുക്കുക. ക്ലെയിം യുവർ സെൽഫ് റൈറ്റ് നൗ. ഈശോ നിന്നെ സുഖപ്പെടുത്തുന്നു. കർത്താവിന്റെ ശക്തിയാണ് നിന്നിൽ വെളിപ്പെടുന്ന. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ. ദേ ഒരു കൈക്കുഞ്ഞുമായിട്ട് ഒരു അമ്മ വിഷമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്ക്. അമ്മേ, അമ്മയ്ക്ക് ഈ കുഞ്ഞിനെ തന്നത് എന്തിനെന്നറിയോ? ഉദരഫലം തമ്പുരാന്റെ സമ്മാനാണ്. ഈ സമ്മാനം ഇത് നഷ്ടപ്പെട്ടു പോകാൻ കർത്താവ് ഇടവരുത്തില്ലെന്ന് വിശ്വസിച്ചോ. പ്രിയപ്പെട്ട മകളെ, ഈ കുഞ്ഞിനെ തന്ന ദൈവമാണെന്ന്. ദൈവമാണ് കയ്യിൽ തന്നിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ദൈവജനത്തിന്റെ മുമ്പിൽ ഒരു സാക്ഷ്യമാകാൻ കർത്താവ് തന്ന കുഞ്ഞാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കണം, വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. മകളുടെ വിവാഹം അത് തടസ്സപ്പെട്ടു. അതിന്റെ പേരിൽ നാണക്കേടും മാനക്കേടും. ഒരു കുടുംബം ഇവിടെ വന്ന് കരയുന്നുണ്ട്. വിഷമിക്കേണ്ട. ഈ നാണക്കേട് കർത്താവ് ഒരു അനുഗ്രഹമാക്കി മാറ്റും. വിശ്വസിച്ച് പ്രാർത്ഥിക്ക്. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒത്തിരി പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരി പേരെ. ഒരിടവകയിലുണ്ടായ ഒരു സംഭവത്തെ തുടർന്ന് വീടിനുള്ളിൽ അടച്ചിട്ട മുറിയിൽ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു സ്ത്രീയോട് കർത്താവ് പറയുന്നു, ഇടവകയിൽ വളരെ ആക്റ്റീവായിരുന്ന ഒരു സ്ത്രീയാണ്, ഇപ്പൊ വീടിന് അടച്ച മുറിയിൽ ഇരിക്കുന്നു, പുറത്തിറങ്ങാൻ മേല. ചെയ്തതെല്ലാം വെറുതെയായി പോയോ? ഇത്രയും നാൾ ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് എന്ന പോലെ എൻ്റെ ഇടവകയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് എനിക്ക് കിട്ടിയത് ഈ അപമാനവും നാണക്കേടും ഇല്ലാ കഥകളുമാണല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കരുത്. കർത്താവ് സഹോദരിയെ ശക്തമായി ഉയർത്തുന്നു. എവിടെയാണോ അപമാനിക്കപ്പെട്ടത് അവിടെ ദൈവം ഉയർത്തും. കർത്താവ് നൽകുന്നൊരു വാഗ്ദാനമാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഇത് സഹോദരിൽ സംഭവിക്കും. ഓരോ വ്യക്തിയും വിശ്വസിച്ച് ഏറ്റെടുക്കട്ടെ. ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരുടെ ശിരസിന് മുകളിൽ ശക്തമായ പ്രകാശം വെളിപ്പെട്ടിട്ടുണ്ട്. അതിനർത്ഥം എന്തെന്നറിയോ? കർത്താവിന്റെ കൃപ ഓരോ വ്യക്തിയുടെ കൂടെയുണ്ടെന്നുള്ളതാ. യെസ്, വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. കർത്താവിന്റെ കൃപ കൂടെയുണ്ട്. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന മകനെ
കുറെ നാളായില്ല ഇങ്ങനെ വീട്ടിലിങ്ങനെ കുത്തിയിരിക്കുന്നു. കർത്താവ് പറയുന്നു, നീ വീടിന് പുറത്തിറങ്ങണം. ഇങ്ങനെ വീട്ടിൽ അടച്ചു പൂട്ടിയിരുന്നാ പോരാ. നീ എത്ര നാളിങ്ങനെ ഇരിക്കും? വിചാരിച്ച പല കാര്യങ്ങളും നടന്നില്ല എന്നും കരുതി നീ ഇങ്ങനെ ഇരുന്നാ പോരാ. നീ വീടിന് പുറത്തിറങ്ങണം, മനുഷ്യരോട് സംസാരിക്കണം. നിനക്ക് ജോലി കർത്താവ് ഒരുക്കുന്നു, നീ അത് വിശ്വസിക്കണം. നിന്റെ ജീവിതം അടച്ചിട്ട മുറിയിൽ തളയ്ക്കപ്പെട്ടതല്ല, മറിച്ച് നിവർന്ന് ആകാശം നോക്കി നടക്കാൻ ദൈവം നിന്നെ വിളിച്ചിട്ടുള്ള വിളിയാ. നീ അതുകൊണ്ട് ഭാരപ്പെടണ്ട. വിശ്വസിച്ച് കർത്താവ് നൽകുന്ന ദൗത്യം ഏറ്റെടുക്കണം. കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. നിന്റെ വിവാഹ കാര്യങ്ങളൊക്കെ കർത്താവ് നടത്തും. നീ എന്ത് ചെയ്യണം? നീ തല ഉയർത്തി വീടിന് പുറത്തിറങ്ങണമെന്ന്. ഇത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ചില പ്രചോദനങ്ങൾ നൽകുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 5 വരെ വായിക്കാൻ ആ മകനോട് കർത്താവ് പറയുന്നു. അബ്രാഹാം ഇതാ കൂടാരത്തിനുള്ളിൽ തല താഴ്ത്തിയിരുന്ന അവസ്ഥ. അവനെ പുറത്തു കൊണ്ടുവന്ന് ദൈവം പറഞ്ഞു, ആകാശത്തിലേക്ക് നോക്കൂ, ആകാശത്തിലേക്ക് നോക്കൂ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, മണൽത്തരി പോലെ നിനക്ക് സന്താനങ്ങൾ നൽകും. നീ ഇങ്ങനെ കൂടാരത്തിന്റെ അകത്ത് അടച്ചിരുന്ന പോരെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ. കരങ്ങൾ കൂപ്പിക്കേ. കർത്താവേ, എൻ്റെ ഈ നാളുകൾ ഞാൻ എടുക്കുന്ന ത്യാഗപ്രവൃത്തി എൻ്റെ കുടുംബത്തിന് അത്ഭുതത്തിൻ്റെതാണ്. എൻ്റെ കൊച്ചു കൊച്ചു ത്യാഗം, പക്ഷേ അതിന് വിലയുള്ളതാണ്. ഓരോ വ്യക്തിയും വിശ്വസിക്കുക. യെസ്, ഈ കാലഘട്ടത്തിൽ ഞാൻ എടുക്കുന്ന ഓരോ ത്യാഗപ്രവൃത്തിയും അതെൻ്റെ കുടുംബത്തിന് അനുഗ്രഹത്തിൻ്റെതാണ്. ഈ നോമ്പ് കാലഘട്ടം ഇത് ആർജവത്തിന്റെ കാലഘട്ടമാണ്. ഞാൻ പുറകോട്ട് പോകില്ല. ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു. ൂഹായേ